ഭാഗം 3. ആരായിരുന്നു കാളിയന്തലക്കിഴക്ക്? കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒന്നാണ് കാളിയങ്കൽ ഏഴുമാലി കുടുംബം. ഈ കുടുംബത്തിൻ്റെ ആദ്യകാല ചരിത്രം പുരാതന ലിപികളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജ്ഞാനം, മൂണം, സംസ്കൃതം തുടങ്ങിയ അപൂർവമായ താളിയോലകൾ, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഐതിഹ്യങ്ങൾ, പാരമ്പര്യങ്ങൾ, വിവരണങ്ങൾ എന്നിവയിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ ശക്തമായ ആഗ്രഹം, സമർപ്പണം, ശ്രദ്ധ എന്നിവയിൽ നയിക്കപ്പെടുന്ന 1987 കാളിയങ്കൽ ഏഴുമാലി കുടുംബത്തിൻ്റെ കുടുംബചരിത്രം പ്രസിദ്ധീകരിച്ചു. അതിൽ 750 അധികം കുടുംബങ്ങളും 4000 അധികം അംഗങ്ങളും ഉൾപ്പെടുന്നു. ചാരിറ്റി ട്രസ്റ്റ് 1975 രജിസ്റ്റർ ചെയ്തു. കേരള സർക്കാർ ചാരിറ്റി ട്രസ്റ്റ് ആക്ട് പ്രകാരം യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് AD 52 കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കേരളത്തിൽ കാലുകുത്തിയെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. അക്കാലത്ത് കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലും ഒരു കൂട്ടം ജൂതന്മാർ താമസിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അദ്ദേഹം തദ്ദേശീയ ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുകയും പാലയൂർ പട്ടണത്തിലേക്ക് താമസം മാറുകയും ചെയ്തു. പാലയൂരിൽ സെന്റ് തോമസ് ഒരു നദിയിൽ കുളിക്ക് ശേഷം കൈപ്പത്ത് നിറയെ വെള്ളം മുകളിലേക്കെറിയുന്ന ഒരു ആചാരം നടത്തുന്ന ഏതാനും ഹിന്ദു പണ്ഡിതന്മാരെ കണ്ടുമുട്ടി. ഈ പ്രവൃത്തിയുടെ അർത്ഥമറിയാൻ അദ്ദേഹം ജിജ്ഞാസ പ്രകടിപ്പിച്ചു. സെന്റ് തോമസ് ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം നദിയിലേക്ക് കാലെടുത്തു വെച്ച് ഒരു പിടി വെള്ളം മുകളിലേക്കെറിഞ്ഞു. അത് പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അപ്പോസ്തോലൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളെ തൽക്ഷണം സുഖപ്പെടുത്തുക, ദുരാത്മാക്കളുടെ ബാധയിൽ നിന്നും പലരെയും മോചിപ്പിക്കുക തുടങ്ങി നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായി. സെന്റ് തോമസ് മതം മാറ്റിയ 32 ബ്രാഹ്മണ കുടുംബങ്ങളിൽ പകലോമറ്റം, ശങ്കരപുരി, കള്ളി, കള്ളിക്കാവ്, ഇന്നത്തെ കാളിയങ്കൽ എന്നീ 4 വരേണ്യ കുടുംബങ്ങളെ പൗരോഹിത്യ ചുമതല ഏൽപ്പിച്ചു. തൻ്റെ തുടർച്ചയായ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ സെന്റ് തോമസ് 7 പള്ളികളും അരപ്പള്ളി എന്നറിയപ്പെടുന്ന തിരുവിതാംകോട് ഒരു പൂർത്തിയാകാത്ത പള്ളിയും നിർമ്മിച്ചു. പുരാതന ക്രിസ്ത്യാനികൾ പൊതുവെ നസ്രാണികൾ, സിറിയക്കാർ, മാപ്പിളക്കാർ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. കളിയാങ്കൽ, പകലോമറ്റം, ശങ്കരപുരി, കള്ളി എന്നിവിടങ്ങളിലെ യഥാർത്ഥ ഇല്ലങ്ങൾ പാലയൂർ പള്ളിയിൽ നിന്ന് വളരെ അകലെയല്ലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. കാളിയാങ്കൽ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. കൂടാതെ സർവേ നമ്പർ 156/27 പ്രകാരം സർക്കാർ റവന്യൂ രേഖകളിൽ പള്ളിപ്പറമ്പ് എന്ന് പരാമർശിക്കപ്പെടുന്നു. പാലയൂരിലെ ആദ്യകാല ക്രിസ്ത്യാനികൾക്ക് ബ്രാഹ്മണരിൽ നിന്നുള്ള പീഡനവും അപമാനവും പോലെയുള്ള നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഈ സാഹചര്യം അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചു. മുകളിൽ സൂചിപ്പിച്ച 4 കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ വിഭാഗം ആളുകൾ തെക്കൻ പ്രദേശത്തേക്ക് പലായനം ചെയ്ത് അങ്കമാലിയിലേക്കും പിന്നീട് ഏറ്റുമാനൂരിലേക്കും എത്തി. അവർ ക്ഷേത്ര ഭരണാധികാരികളെ കണ്ട് തങ്ങളുടെ പ്രദേശത്ത് താമസിക്കാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അഭയാർത്ഥികൾ മതം മാറിയ ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാക്കിയ അസൂയാലുക്കളായ ക്ഷേത്രാധികാരികൾ അവരെ ക്രൂരരുമായ ആത്മാക്കളുടെ വാസസ്ഥലം എന്ന് പറയപ്പെടുന്ന ഒരു ഭയാനകരമായ വനപ്രദേശത്തേക്ക് അയച്ചു. പിറ്റേന്ന് രാവിലെ നസ്രാണികൾ ക്ഷേത്രാധികാരികളെ കണ്ടപ്പോൾ യാതൊരു പരുക്കുമില്ലാതെ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം അവരോട് വലിയ ബഹുമാനവും ആദരവും വളർത്തിയെടുത്തു. സന്തോഷത്തോടെ 4 കുടുംബങ്ങളെയും കുറവിലങ്ങാട്ട് സ്ഥിരതാമസക്കാരാക്കാൻ അനുവദിച്ചു. ഈ ആദ്യകാല ക്രിസ്ത്യാനികൾ കുറവിലങ്ങാട്ടും അവരുടെ പഴയ കുടുംബ പേരുകൾ നിലനിർത്തി. ഇതിനെ പിന്തുണയ്ക്കുന്ന സർക്കാർ രേഖകളും മറ്റും തെളിവുകൾ ഇപ്പോഴും ലഭ്യമാണ്. പാലയൂരിൽ നിന്നുള്ള 4 കുടുംബങ്ങൾ AD 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമോ 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമോ കുറവിലങ്ങാട്ട് സ്ഥിര താമസക്കാരായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. AD 4-ാം നൂറ്റാണ്ടിൽ കുറവിലങ്ങാട്ട് പള്ളിയുടെ നിർമ്മാണത്തോടെ 4 പുരാതന കുടുംബങ്ങളിലെ അംഗങ്ങൾ ചിതറിപ്പോയി എലക്കാട്ടുകര, കാളികാവിൽ, കടപ്പൂർ, കുറവിലങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസമാക്കി. പാലയൂരിൽ നിന്ന് കുറവിലങ്ങാട്ടേക്ക് വന്ന പുരാതന ക്രിസ്ത്യാനികളുടെ 4 കുടുംബങ്ങൾ പല മടങ്ങ് വർദ്ധിച്ചിരുന്നു.
എന്നിരുന്നാലും കേരള ക്രിസ്ത്യൻ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ 1599 ഉദയം പേരൂർ സുന്നകദോസ്, 1653 കൂനം കുരിശു സത്യം എന്നിവ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിരവധി വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചു. ഇത് പ്രതിസന്ധികളിലേക്കും നിയമയുദ്ധങ്ങളിലേക്കും വൈവിധ്യവൽക്കരണത്തിലേക്കും നയിച്ചു. ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം കാളിയങ്കൽ കുടുംബത്തിൻ്റെ ശാഖകളെയും ഉപശാഖകളെയും പ്രതിനിധീകരിക്കുന്ന ദശലക്ഷക്കണക്കിന് പിൻഗാമികൾ ലോകമെമ്പാടും ചിതറിക്കിടക്കുന്നു. കാളികാവ് ഇല്ലത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി മാർത്താ മറിയം പള്ളി മുറ്റത്തേക്ക് ഒരു വഴിയുണ്ടായിരുന്നു. ആ വീട്ടിലെ അവസാനത്തെ പുരുഷാംഗം കുട്ടികളില്ലാതെ മരിച്ചു. പിന്നീട് വീട് കളിയാങ്കലിൻ്റെ പിൻഗാമികളായ പട്ടാണി കുടുംബത്തിന് അവകാശമായി ലഭിച്ചു. കാളികാവില്ലത്തിൻ്റെ സന്തതികൾ നായ്ക്കൻ മാടം, പനമറ്റം, എട്ടാട്, എടാട്ട്, തോട്ടപ്ര, കഴക്കയിൽ, പൊതിയിട്ടിയിൽ, പുളിക്കൽ തുടങ്ങിയ വിവിധ ശാഖകളായി വ്യാപിച്ചു കിടക്കുന്നു. കുറവിലങ്ങാട് മാർത്താമറിയം പള്ളിക്കടുത്തുള്ള കാളികാവ് വീട്ടിലാണ് മുതുമുത്തച്ഛനായ പുതുമാൾ പിതാവ് ജനിക്കുന്നത്. മുകളിൽ വിശദീകരിച്ചതുപോലെ പുത്തൻകൂർ, പഴയകൂർ വിഭാഗങ്ങൾ തമ്മിലുള്ള വിള്ളൽ കാരണം സംസ്ഥാനത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് ആളുകൾ പതിവായി കുടിയേറുന്നുണ്ടായിരുന്നു. ഈ പ്രക്രിയയിൽ പെരുമാൾ പിതാവ് മറ്റ് 3 കുടുംബങ്ങളിലെ ചില അംഗങ്ങളോടൊപ്പം ചെങ്ങന്നൂരിലെത്തി. ചെങ്ങന്നൂരിലെ പ്രാദേശിക ഭരണാധികാരിയായ വഞ്ചിപ്പുഴ തമ്പുരാനോട് തൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. തന്നെ സമീപിച്ച ആളുകൾ ആയോധന കലയിൽ അഭ്യസ്ത വിദ്യരും പരിശീലനം നേടിയവരുമാണെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരി ചെങ്ങന്നൂരിൽ സ്ഥിരതാമസമാക്കാൻ സ്ഥലങ്ങൾ അനുവദിച്ചു. തുടർന്ന് ഭരണാധികാരിയുടെ സുഹൃത്തും കൂട്ടാളിയുമായ പെരുമേത്ത് ആശാന്റെ നിർദ്ദേശപ്രകാരം കോയിപുരത്ത് കൂടുതൽ ഫലഭൂയിഷ്ഠമായ ഒരു സ്ഥലം നൽകി. പെരുമാൾ പിതാവ് ഏഴുമാലിപ്പുരയിടം എന്ന സ്ഥലത്ത് ഒരു വീട് നിർമ്മിച്ചു. ഈ സ്ഥലം ഇപ്പോഴും അതേ പേരിൽ തന്നെ തുടരുന്നു. ഇപ്പോൾ കലങ്ങാടത്ത് കുടുംബത്തിലെ നക്കരേത്ത് ചിറമ്പത്ത് യൂണിറ്റിൻ്റെ കൈവശമാണ്. വഞ്ഞിപ്പുഴ തമ്പുരാന്റെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും പെരുമാൾ പിതാവ് ഒരു വ്യാപാര ബിസിനസ് ആരംഭിക്കുകയും അയൽ പ്രദേശങ്ങളിലെ സവർണ യുവാക്കൾക്ക് ആയോധന പരിശീലനം നൽകുന്നതിനായി ഒരു കളരി സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം അവരെ ആയോധന കലയിൽ വ്യാപകമായി പരിശീലിപ്പിച്ചു. പെരുമേത്ത് ആശാൻ വഞ്ഞിപ്പുഴ തമ്പുരാന്റെ സൈനിക വിഭാഗത്തിന് അത്തരം പരിശീലനം ലഭിച്ച ആളുകളെ നൽകിയിരുന്നു. ശാരീരികവും ആയോധനപരവുമായ ഫിറ്റ്നസ്സിനുള്ള ഒരു കേന്ദ്രമായിരുന്നതിനു പുറമെ അക്കാലത്ത് പ്രബലമായിരുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അറിവിൻ്റെയും ഉറവിടമായും ഇത് സമൂഹത്തെ സേവിച്ചു. അതിനാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കളരികൾ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെട്ടിരുന്നു. ബ്രാഹ്മണരുടെ വേദപാഠശാലകൾക്ക് തൊട്ടു പിന്നാലെ പിന്നീട് തദ്ദേശീയരിൽ നിന്ന് സാധ്യമായ ഭീഷണി പ്രതീക്ഷിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആയോധന കലകൾക്ക് കളരികൾ നിരോധിച്ചു. AD 1875 വരെ എഴുമാലി കളരി വളരെ പ്രശസ്തമായി തുടർന്നു. കുറവിലങ്ങാട് മാർത്താ മറിയം പള്ളിയിൽ എല്ലാ വർഷവും പെരുമാൾ പിതാവ് സഹകുടുംബത്തിലെ അംഗങ്ങൾക്കൊപ്പം 8 നോമ്പ് ശുശ്രൂഷയിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കാറുണ്ടായിരുന്നു. കൂടാതെ കുറവിലങ്ങാട്ട് അവർ മരിച്ചുപോയ ആത്മാക്കൾക്കുള്ള വഴിപാടുകൾ നടത്തിയിരുന്നു. അത്തരം അവസരങ്ങളിൽ കോയിപ്പുറത്ത് നിന്നുള്ള കുടുംബാംഗങ്ങൾ കുറവിലങ്ങാട്ടുള്ള അവരുടെ ബന്ധുക്കളെയും പരിചയക്കാരെയും സന്ദർശിച്ചു. ഇത് പരസ്പര സ്നേഹവും വാത്സല്യവും പുതുക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സഹായിച്ചു. വടക്കേക്കരയിലെ ആദ്യകാല കുടുംബത്തിലെ അംഗമായ ഷെവലിയർ വിസി ജോർജ് കടപ്രയിലെ കോയിപ്പുറത്തും ഏഴുമാലി കുടുംബത്തിലെ അംഗങ്ങളും സന്ദർശിക്കുകയും ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലും പ്രാർത്ഥനകളിലും പങ്കുചേരുകയും പല അവസരങ്ങളിലും സ്നേഹവും വാത്സല്യവും കൈമാറുകയും ചെയ്തിരുന്നുവെന്ന് ഇവിടെ പരാമർശിക്കുന്നത് പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ റവർ ഫാദർ ജോസഫ് വടക്കേക്കരയും അഡ്വക്കേറ്റ് വർക്കി പട്ടാണിയും എഴുമാലി കുടുംബയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്ലൂലിക്കൽ കുഴിയിൽ എന്ന കുടുംബനാമം പുളിക്കൽ എന്ന മൂലകുടുംബത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. 9 തലമുറകൾ പിന്നിട്ട് കാളിയാങ്കൽ ഏഴുമാലി കുടുംബവൃക്ഷത്തിൻ്റെ ശാഖ ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും കാളിയന്തലത്തിക്കൽ കറുത്തച്ചനൂട്ട് എന്നറിയപ്പെടുന്ന സാത്താൻ സേവ നടത്തപ്പെടുന്നുണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു.